മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ പാറശ്ശേരി വെള്ളയംകുന്ന് സ്ഥിരം അപകട കേന്ദ്രമാകുന്നു. ഡിവൈഡർ മുന്നോട്ടു നീക്കി സ്ഥാപിക്കണമെന്ന നാട്ടുകാർ. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ പാറശ്ശേരി വെള്ളയംകുന്നിലെ ഡിവൈഡർ സ്ഥിരം അപകടക്കെണിയാകുന്നു. ഡിവൈഡർ കുറച്ചുകൂടി മുന്നോട്ടു നീക്കണമെന്ന നാട്ടുകാർ. റോഡ് പണിയിൽ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. കോങ്ങാട് ചെർപ്പളശ്ശേരി റൂട്ടിൽ പാറശ്ശേരി കഴിഞ്ഞാൽ തുടർച്ചയായ ഇറക്കമാണ്. വേഗതയിൽ വരുന്ന വാഹനങ്ങൾക്ക് ഡിവൈഡർ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. ഇത് വലിയ അപകട കാരണമായി മാറുന്നുണ്ട്. കഴിഞ്ഞ ഒരു മാസം മുന്നേ പച്ചക്കറി കയറ്റുവെന്ന വാഹനം ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു. ദിവസങ്ങൾക്ക് മുൻപേ ഒരു അന്യസംസ്ഥാന ലോറി ഡിവൈഡറിൽ ഇടിച്ചു നിന്നു. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇരുട്ട് മേഖലയാണ്. കോങ്ങാട്ട് നിന്ന് സീഡ് ഫോം മുതൽ പാറശ്ശേരിക്കാവ് വരയ്ക്കുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും കത്തുന്നില്ല. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. പക്ഷേ ലൈറ്റുകളൊന്നും കത്തില്ല. ഒന്നുകിൽ ഡൈവേർട്ടിൻ്റെ അവിടെ ഒരു വിളക്ക്, ഒരു സ്ഥിരമായി കാണുന്ന പോലെയുള്ള ഒരു വിളക്ക് വെക്കുക, ലൈറ്റ് വെക്കുക. അതല്ലെങ്കിൽ ഡൈവേർട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് നീട്ടിയാൽ വളരെ സൗകര്യമായിരിക്കും. രാത്രി ഒരു 6 മണി കഴിയുന്നതോടുകൂടി ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു മേഖലയായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് അപകടങ്ങൾ കൂടുന്നത്. അതിനൊരു പരിഹാരം കണ്ടു കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ഇവിടെ അപകടങ്ങൾ ഒഴിവാവാം. കൂടുതൽ അപകടങ്ങൾ ഉണ്ടായതിനു ശേഷം നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. ഡിവൈഡർ സമീപത്തുള്ള പമ്പിന് സമീപം വരെയെങ്കിലും നീട്ടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അങ്ങനെയാണെങ്കിൽ ഡിവൈഡർ ദൂരെ നിന്ന് തന്നെ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത്. പാറശ്ശേരി കുന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് കാണാവുന്ന വിധം ഡിവൈഡർ നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. KCV ന്യൂസ്, കോങ്ങാട്.